ഞാനിവിടെ ഇത്രയും ചക്കക്കുരുവാണ് എടുത്തിരിക്കുന്നത്. ഒരു 10-20 ചക്കക്കുരു വരും. ഇത് കുക്കറിൽ നല്ലതുപോലെ വേവിച്ച് വെച്ചിരിക്കുകയാണ്. കുക്കറിൽ വേവിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നല്ലതുപോലെ വേവണം, നല്ല മഷി പോലെ അരച്ചെടുക്കാനാണ് നമുക്കിത്. ഇതിനി മിക്സിയുടെ ജാറിലേക്കിടാം. ഇത് അരയ്ക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ, ശർക്കര പാനി ഒരു 200 ശർക്കര ഞാൻ 1 ഗ്ലാസ് വെള്ളത്തിൽ പാനിയാച്ചി വെച്ചു. അപ്പോൾ ഇതിൻ്റെ പകുതി പാനി ഒഴിച്ചാണ്, ശർക്കര പാനി ഒഴിച്ചാണ് ഈ ചക്കക്കുരു അരയ്ക്കുന്നത്. അപ്പോൾ ചക്കക്കുരു ഞാൻ പകുതി ശർക്കര പാനി ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അരച്ചുകൊണ്ട് വരാം. ഇപ്പം നമ്മളിവിടെ ചക്കക്കുരു മിക്സിയിൽ നല്ലപോലെ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ പകുതിയല്ല, കുറച്ച് ഇടയ്ക്ക് ഞാൻ കുറച്ച് പാനി ഇതിൽ നിന്ന് എടുത്തായിരുന്നു. ഇനി ബാക്കി ഇരിക്കുന്ന പാനിയും കൂടെ ഇതിലേക്ക് ഒഴിക്കണം. ഇതിലേക്ക് ഒഴിച്ച് ഒന്നുകൂടെ ഒന്ന് കറക്കി എടുത്തുകൊണ്ട് വരാം. അപ്പോഴത് എന്നാലേ ഇത് മിക്സ് ഒഴിക്കുന്ന പരുവത്തിൽ നമുക്ക് കിട്ടത്തുള്ളൂ. അങ്ങനെ നമ്മൾ ചക്കക്കുരുവും കൂടെ ഇവിടെ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് ഇത് പാനിലോട്ട് മാറ്റാം. നമ്മളിപ്പം സ്റ്റൗ കത്തിച്ചിട്ടില്ല. ഇതിലേക്ക് ഞാൻ 1 സ്പൂൺ നെയ്യ് ഒഴിച്ച് അര സ്പൂൺ കോൺഫ്ലവർ പൊടി കലക്കി ലേശം വെള്ളത്തിൽ കലക്കി, അത് അളവൊന്നും പറയാനില്ല, ഒരു 2-3 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ കലക്കി അതിലേക്ക് ഒഴിച്ച് ഇനി നമ്മൾ തീ കത്തിച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് ഇങ്ങനെ ആക്കിയെടുക്കും, വരട്ടിയെടുക്കും. കോൺഫ്ലവർ പൊടി ഒഴിച്ചില്ലേലും ഒന്നുമില്ല. ഞാൻ പിന്നെ ഇവിടെ ഒന്നുകൂടെ ഒരു സോഫ്റ്റും ഒരു ടേസ്റ്റും ഒക്കെ കിട്ടുന്നതിന് വേണ്ടി ഒഴിച്ചെന്നേ ഉള്ളൂ. ഇല്ലാത്തവർ ഒഴിക്കാതെ ഇങ്ങനെ ചെയ്തെടുത്താൽ മതി. എല്ലാവർക്കും വേണം, എല്ലാവർക്കും ഇഷ്ടപ്പെടും. പക്ഷേ ആർക്കും വയ്യ. ചക്കക്കുരു ഇനിയിട്ട് ചക്കക്കുരു ഞാൻ ഇനി ഈ മഴയത്ത് ഇതിൻ്റെ ഇടയ്ക്ക് ഇനി ചക്കക്കുരു ഇട്ട് ചെയ്യാൻ, പക്ഷെ ഇത് ചെയ്തെടുത്താലുള്ള ഗുണവും ടേസ്റ്റും കൊച്ചുങ്ങൾക്ക് ഒക്കെ കൊടുക്കാനായാലും നല്ലൊരു സാധനമാണ്. അപ്പോൾ ഇത് നമുക്ക് ഇതുപോലെ വരട്ടിയെടുക്കാം. ഇത് അരമണിക്കൂറോളം വരട്ടണം. ഇപ്പം ആയി വരും. നമ്മൾ തീ ലോ ഫ്ലെയിമിലിട്ടാണ്, മീഡിയം ഫ്ലെയിമിലിട്ടാണ് വറുക്കുന്നത്. ലോ ഫ്ലെയിമിലല്ല, മീഡിയം ഫ്ലെയിമിലിട്ടാണ് ഇത് വരട്ടുന്നത്. നല്ലതുപോലെ വരണ്ട് വരും. ചക്കക്കുരു വെന്തതാണ്, ശർക്കര പാനി അയച്ചതാണ്, അല്ലാതെ ഇത് വേറെ ഒന്നുമില്ല. നമ്മൾ ഇവിടെ തേങ്ങ അരിഞ്ഞ് വറുത്ത് വെച്ചിട്ടുണ്ട്, അല്ലാതെ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും വറുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഇച്ചിരി ഏലക്കാപ്പൊടിയും കൂടെയാണ് ഇടുന്നത്. ഇപ്പോഴാ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്. കുറച്ച് ഏലക്കാപ്പൊടിയാണ് ഞാൻ ഇതിലേക്ക് ഇടുന്നത്. ഇനി എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലൊരു തീ ഓഫാക്കി നമുക്ക് മാറ്റേണ്ട പരുവമായപ്പോൾ നമ്മൾ തീ ഓഫാക്കിയിട്ട് ഒരു പാത്രം എടുക്കണം. ഞാനിപ്പോൾ ഈ പാത്രമാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ ഇതേ ഉള്ള സൈസിന് ഇതിട്ട് വയ്ക്കാൻ പറ്റിയത്. പിന്നെ നിങ്ങളുടെ കയ്യിൽ ഉള്ള ഒരു പാത്രം എടുത്ത് നമുക്കിതിലേക്ക് ഇച്ചിരി എണ്ണ തടവണം. എണ്ണ തടവിയിട്ട് ഈ കൂട്ട് ഇതിലേക്ക് മാറ്റാം. എണ്ണ തടവിയ പാത്രത്തിലേക്ക് ഈ കൂട്ട് നമ്മളിങ്ങനെ മാറ്റണം. അപ്പോൾ നിങ്ങൾക്ക് കാണാം, പാനിൽ നിന്നെല്ലാം വിട്ട് വരുന്നുണ്ട്. കുറച്ചുകൂടെ ചെറുതൊരു പാത്രം എടുത്താൽ നല്ലതുപോലെ സെറ്റാക്കി എടുക്കാം. ഇതിങ്ങനെയൊക്കെ വെച്ച് എടുക്കുന്നതിലാണ് നമ്മൾ ഉണ്ടാക്കുന്നതിനേക്കാളും പ്രാധാന്യം. നല്ല പാത്രം ഇരിക്കണം. അത് ഒരു വിഭവം നമ്മൾ തയ്യാറാക്കിയാൽ അതിടത്തക്ക ഒരു പാത്രം വേണം. എനിക്കിപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും.
ഇത് ഒന്ന് ഉരുക്കി ഒട്ടി പിടിക്കുന്നുണ്ട്. ഞാൻ ഇച്ചിരി എണ്ണ അത് തടവി വെച്ച് ഇതിനി ആറുമ്പം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. വേറൊരു പാത്രത്തിലൊക്കെ തട്ടിയിട്ട് കട്ട് ചെയ്തെടുക്കാം. ആറുമ്പം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ചക്കക്കുരുവിൻ്റെ ഹൽവയെന്ന് വേണമെങ്കിലും പറയാം, ചക്കക്കുരു പെരട്ടെന്ന് വേണമെങ്കിലും പറയാം. നല്ല അതിസ്വാദിഷ്ടമായൊരു വിഭവം ഇവിടെ തയ്യാറാക്കിയിരിക്കുകയാണ്. ഇപ്പം ഇങ്ങനെ വയ്ക്കുമ്പം തന്നെ ഇളവി വരുന്നുണ്ട്. ഇത് കുറച്ചുകൂടെ ഇരുന്നാൽ കുറച്ചുകൂടെ ഒന്നുകൂടെ കട്ടിയാവും. എനിക്കിപ്പോൾ ക്ഷമയില്ലാത്തതുകൊണ്ട് ഞാൻ ഉടനെ എടുക്കുകയാണ്. പിന്നെ ആ തവിയിലും ഇളക്കിയ ഇതിനകത്ത് ആ പാനകത്തൊക്കെ പറ്റി പിടിച്ചിരുന്നതൊക്കെ ഞാനെടുത്ത് കഴിച്ച് അടിപൊളി ടേസ്റ്റ്. അപ്പോൾ ഇതുപോലെ ആണ് ഇരിക്കുന്നത്. ഇനി ഇത് കട്ട് ചെയ്ത് കാണിക്കാം. നല്ല ഉറപ്പൊക്കെ ഉണ്ട്. കണ്ട ഇച്ചിരൂടെ ആറി ഒന്ന് സെറ്റാവാനുണ്ടായിരുന്നു. ഇതുപോലെ നല്ല സോഫ്റ്റ് ആണ്, ടേസ്റ്റിയാണ്. ഇതുപോലെ കട്ട് ചെയ്ത് ഉപയോഗിക്കുക. ഇത് ഒന്നുകൂടെ ആറാനുണ്ട്. ഇത് നല്ല ചൂടോടുകൂടി ഇരിക്കുകയാണ്. ഒന്നുകൂടെ ആറാകുമ്പോൾ ഒന്നും കൂടി ഒന്ന് കട്ടിയാവും. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കണം. ഇത്രയും സ്വാദിഷ്ടമായൊരു സാധനം ആരും മനസ്സ് മടിക്കരുത്. അപ്പോൾ എല്ലാവരും ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.